ഹലോ, ആ പപ്പ അടുത്തുണ്ട്. ശീതളേട്ടാ മോള. ഹലോ. ആ ഇപ്പൊ എവിടെയാ സ്ഥലം? അവിടെ എത്തിയോ? അതേ, സന്ധ്യ ആവണേന് മുമ്പ് റൂമിൽ കയറണം കേട്ടോ. ആ അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ടീച്ചേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടോന്ന് നോക്കണം. ആ പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കാൻ നിൽക്കരുത്, ജലദോഷം പിടിച്ചിങ്ങോട്ട് വരരുത് കേട്ടോ. ഓ ഓ ശരി, അങ്ങനെ ആവട്ടെ. ആ ശരി. എന്തിനാ ശീതളേട്ട വെറുതെ വീട്ടിലിരുന്നാലും 24 മണിക്കൂറും മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവര് സ്വസ്ഥമായിട്ട് ഒരു ടൂർ പോയതല്ലേ, അവിടെ ഉപദേശം ഫോണില്. എടാ, നിനക്കൊക്കെ അങ്ങനെ പറയാം. പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ടെൻഷൻ എന്താന്നേ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരി. അപ്പൊ ആ ചാനൽ ചർച്ചയിൽ പോയിരുന്നിട്ട് ആണും പെണ്ണും ഒന്നാണ്, പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കണം, തെങ്ങേ കയറണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കാറുണ്ടല്ലോ. അത് തിരക്കഥാകൃത്ത് ശീതളൻ, ഇത് അച്ഛൻ ശീതളൻ കേട്ടോ. 101. ശരി, ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞിരുന്നു ഞാൻ. ആ ആ These targets are enemy territory. വിദേശ രാജ്യങ്ങളിൽ ഭൂമികുലുക്കം സൃഷ്ടിച്ച മീറ്റു വിവാദം ഇന്ത്യയിലും. നിരവധി പ്രമുഖരുടെ മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുന്നത്. കേരളത്തിനകത്തും പുറത്തും ആരോപണ ശരങ്ങളേറ്റു പിടയുന്നത് സമൂഹത്തിലെ മാന്യന്മാർ. പ്രശസ്ത ഹിന്ദി നടൻ അൽകുൽത്ത് കുൽക്കർണി തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുവെന്ന് നടി കുങ്കി മേത്ത ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതേസമയം തമിഴ് സിനിമാ ലോകത്തെ പ്രശസ്ത സംഗീത സംവിധായകൻ ദൊരൈപാണ്ഡി തനിക്ക് നിരന്തരം അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നുവെന്ന് ഗായിക അലമേലുവും ഫേസ്ബുക്കിൽ കുറിച്ചു. എന്താ പറയണേ? മനസ്സിലായില്ലേ? അത് മറ്റേ സുഗതനാസാമി. എന്താ വിഷയം? അതേ പ്രശ്നമുണ്ട ശീതളേട്ടാ. ഇതോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി മീറ്റു വെളിപ്പെടുത്തലുകൾ. ഒരു പ്രമുഖ നടൻ രാത്രി മുഴുവൻ തന്റെ കതകിൽ മാന്തുകയും ജനൽ വഴി കമ്പിട്ട് കുത്തുകയും ചെയ്തതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പ്രശസ്ത നടി പഞ്ചാരക്കുന്ന് പവിഴം പറഞ്ഞു. ഇത് സ്ത്രീ മുന്നേറ്റത്തിന്റെ, സമത്വത്തിന്റെ കാലം. കൂടുതൽ സ്ത്രീകൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ റിപ്പോർട്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത: മുതിർന്ന പത്രപ്രവർത്തകൻ ആലപ്പുഴ സുമേഷ് കുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. 20 വർഷം മുമ്പ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന പത്രപ്രവർത്തകയായ മലപ്പുറം ശാന്തയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പുറത്താക്കൽ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ, അന്ന് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഇതിലും വലിയ തെറ്റിയ ആൾക്കാർ വേറെ ഉണ്ട്. ജനങ്ങൾ ആരാധനയോടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കഥയുടെ അവസാനവും അഴിഞ്ഞു വീഴുന്നത് സമൂഹത്തിലെ മാന്യന്മാരുടെ മുഖംമൂടികളാണ്. ഇത് സിനിമാ കഥയോ ജീവിതമോ? അവാർഡ് കിട്ടിയ മനുഷ്യനാണത്. എന്തൊക്കെയാണ് ഇവളുമാര് വന്ന് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവണം. വെറുതെ ഓഡീഷനാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് കെട്ടി എഴുന്നള്ളിച്ച് പോരുവാണ്. ഒരെണ്ണം നമുക്ക് സിനിമയ്ക്ക് പറ്റിയതുണ്ടോ? നമ്മുടെ ക്യാരക്ടറിന് പറ്റിയതുണ്ടോ? ഇപ്പൊ അവസാനം പോയവൾ എന്താ കാണിച്ചത്? അയ്യേ, അഭിനയം പോട്ട് സത്യട്ടാ, കാണാനൊരു മിനയില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നായികയായിട്ട് രാജമയെ തന്നെ വിളിക്കാം. സാറ് അത് ശരിയാവില്ല. ഇതൊരു ഫ്രഷ് ഫേസ് തന്നെ വേണം. നമുക്ക് ഫ്രഷ് ആക്കാന്ന്. അതെങ്ങനെയാ? അവരൊരു ഫെമിലിയർ ഫേസ് അല്ലേ, അതെങ്ങനെയാ ശരിയാവണത്? ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിൽ കണ്ടിട്ടാണ് സാർ ഇത് എഴുതിയിട്ടുള്ളത്. പ്ലീസ് ഇത് മാറ്റരുത്. അതുമല്ല, ഈ രാജമ്മയ്ക്ക് കുറച്ച് ഏജ് ഫീൽ ചെയ്യും. അതിനെന്താ? അല്ല, എന്റെ കൂടെ അഭിനയിക്കണ്ടല്ലേ? അതിന് മേക്കപ്പ് ഉണ്ടല്ലോ. മേക്കപ്പ് ഉണ്ട്. അതല്ല, പിന്നെ അവസാനത്തെ പടത്തിലേ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായതാണ്. എന്റെ മൈതുണ്ണി, സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത്, ഇതൊക്കെ എന്തിനാ സിനിമയ്ക്ക് അകത്തേക്ക് വലിച്ചിടുന്നത്? അല്ല, എന്തായാലും നായികയായിട്ട് അഭിനയിക്കണ്ടല്ലേ, അപ്പൊ ഒരു മിങ്കിളെ ഞങ്ങൾ രണ്ടാളും കൂടി എന്തായാലും പറ്റില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നായയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നായകനെ മാറ്റാം. സത്യം സർ, നായകൻ ഞാനല്ലേ, ഞാനത് ഉൾക്കൊണ്ടുപോയി ക്യാരക്ടർ.
ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നില്ലല്ലോ. ഞാൻ അത് ആദ്യം പറഞ്ഞിട്ടില്ല. അത് വേണ്ടല്ലോ. ശ്രീധരേട്ടന്റെ സ്ക്രിപ്റ്റും സത്യേട്ടന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചു പോയി സത്യേട്ട. എന്റെ മൊയ്തുണ്ണിയെ, ഞാനൊരു 3-4 പടം പിടിച്ച് നിന്നെ നായകനാക്കി, നീ ഇപ്പൊ തിരക്കുള്ള നടനുമായി. എടാ, ഇനിയും ഞാൻ പടം പിടിക്കുമ്പോ എന്റെ പിന്നാലെ വരണതിന് വേറെ ഒരുപാട് സംവിധായകരുണ്ടല്ലോ. നീ അവരോടൊക്കെ പോയിട്ട് വേഷം ചോദിക്ക്, എന്നിട്ട് അതിൽ അഭിനയിക്ക്. ഇത് ഞാനൊരു പടം പിടിക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിന്നാലെ വന്നോളൂ, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇവന് പറ്റിയ കഥ ഉണ്ടാക്കണം, ഇവനെ വെച്ച സിനിമ ഉണ്ടാക്കണം, നായകനെയും തപ്പണം. എടാ, എനിക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? സത്യേട്ട നമുക്കൊരു ഇത് എത്ര പറഞ്ഞാലും ഒരു നാണം അതുമില്ല. പറഞ്ഞു എനിക്ക് നാണം വരല്ലോ. നമുക്കൊരു ഹിറ്റ് കൂടി ഉണ്ടാക്കാലോ. അതിനെന്തിനാ നീ വെറുതെ നിന്റെ സമയം ചെലവാക്കണത്? സത്യേട്ട കഴിഞ്ഞ പടത്തില് പരാമർശം ജൂറിയുടെ ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് വെറുതെ ജൂറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ ജൂറി ജൂറിയില്ലേ, ജൂറി. കഴിഞ്ഞ പ്രാവശ്യം ജൂറി ഇവന് അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു. ആ അവാർഡ് ജൂറി വേറെ ആർക്കും കൊടുക്കുന്നത്. അതിനിപ്പോ എന്നെ കാണുമ്പോ ജൂറി ജൂറി എന്നുകൊണ്ട് എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. കാത്തിരിപ്പിലെ ശിവശങ്കർ. എന്റെ പടം തന്നെ. നല്ല സ്റ്റോറി ആയിരുന്നല്ലോ സാറേ. വേറെ ആരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ അവാർഡ് ഉറപ്പല്ലേ? സത്യം. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ആളെ വിളിക്കാം. അതല്ലേ നെക്സ്റ്റ്. വരൂ. ഇരിക്കൂ. നമസ്കാരം. എന്താ പേരെന്താ? മണ്ടോദരി. മണ്ടോദരി. അഭിനയിച്ചിട്ടുണ്ടോ മുമ്പ്? അങ്ങനെയില്ല, സ്കൂളിലെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസ് ആണ് മെയിൻ. ഡാൻസ് ഉണ്ട്. ഏത് തരം ഡാൻസാ? എല്ലാം കളിക്കും. ഭരതനാട്യം, മോഹിനിയാട്ടം. ശരി. മോള് സ്കൂൾ നാടകങ്ങൾ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കും. എവിടെയാ വീട്? എവിടെയാ ശരിക്കും? എറണാകുളത്ത്. ഞാനാണ് സിനിമയിലെ നായകനാട്ടോ. നായകനെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പറയണോന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടാ. കൊറേ സിനിമകള് കണ്ടിട്ടുണ്ടല്ലോ. താങ്ക് യു. പിന്നെ നേരിട്ട് കാണാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കണ്ടില്ലേ? മറ്റേ സീതപക്ഷി, അത് ഞാൻ കൊറേ വട്ടം കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ അത് ഞാനാ സ്ക്രിപ്റ്റ് ചെയ്തത്. സാറായിരുന്നല്ലേ? ശീതപക്ഷിയിലാണ് എനിക്ക് ജൂറിയുടെ പരാമർശം കിട്ടാതെ പോയത്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എന്തെങ്കിലും ചെയ്യുമോ അതോ ഞാൻ എന്തെങ്കിലും സബ്ജക്ട് തരണോ? സാർ പറഞ്ഞാൽ മതി, ഞാൻ അത് ചെയ്യാം. സാർ സിറ്റുവേഷൻ കൊടുക്കൂ. ശരി. നമ്മുടെ നായിക കടൽ തീരത്ത് കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നട്ടുച്ച നേരത്ത് മണലിൽ നഗ്നപാതയായിട്ട് നിൽക്കുന്നു. അങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കെ 1-2 പേര് വന്ന് നിങ്ങളുടെ ചുറ്റും നിന്നു. ചിലവരൊന്ന് തോണ്ടി. അവരെന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പ്രതികരിക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ വേണ്ട, അംഗബലം കൂടുതൽ അവർക്കാണ് എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ 1 സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു. നിങ്ങൾ മുന്നോട്ട് നടക്കും. ആ നടത്തം ക്രമേണ ഓട്ടമായി മാറുന്നു. ഓടി ചെല്ലുന്നത് നായകന്റെ മുമ്പിലേക്കാണ്. അങ്ങനെ നായകന്റെ ദേഹത്ത് തട്ടുന്നോ വീഴുന്നു. ഈ കുട്ടി ചുട്ടുപഴുത്ത മണൽ ഓടുകയാണല്ലോ സാർ. അപ്പൊ ചൂട് സഹിക്കാൻ പറ്റാതെ ഈ കുട്ടിക്ക് വേണമെങ്കിൽ എന്നൊരു ശബ്ദം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. വേണ്ട, പറ്റുന്ന പോലെ മതി. അതുവരെയുള്ള പോർഷൻ അഭിനയിച്ച് കാണിച്ചാൽ മതി. ചെയ്തോളൂ. എന്ത് പറ്റി? അതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അല്ലേ? ശരി, നോക്കൂ. ശീതള, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അന്നൊരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് നിങ്ങൾ മാപ്പും പറഞ്ഞതാണ്. പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണത്? ആ സിനിമയിൽ തന്നെ നിങ്ങൾ അവളെ നായികയാക്കി, അവളിപ്പോ താരമായി, ആക്ടിവിസ്റ്റായി. അവർ നന്ദിയോട് കാണിക്കാതിരിക്കുവോ? എന്റെ മൊയ്ത്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സമാധാനം വേണ്ട. ഓരോ കഥകൾ കേൾക്കുമ്പോ പേടിയാവുകയാണ്. അല്ല, ഏതായാലും ഇപ്പൊ അവള് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ സമാധാനിക്കാം. അല്ല, ഈ അവളൊരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സംശയം. അവള് ചിലപ്പം വിളിച്ച് പറയും. ഇങ്ങനെ പറയോ?
ഈ പറയുമ്പോ അല്ല ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ പറഞ്ഞുകൂടാന്നുമില്ല. അപ്പൊ സത്യം അത് ചെറുപ്പത്തിന്റെ ഓരോ കുസൃതികൾ അന്ന് ചെയ്തു എന്നല്ലാതെ നമ്മളിപ്പോ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കല്ലേ. അല്ല അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം, ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടതൊക്കെ. ഒരു കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം, ചെയ്യണത് ശരിയാണോ അതോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ. നിങ്ങളോട് 2 പേരോടും ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ, ഈ വക പരിപാടികൾക്കൊന്നും മെനക്കെടണ്ട. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ്, നമ്മൾ ആ ജോലി ചെയ്യുക, അതിൻ്റെ ശമ്പളം വാങ്ങിക്കുക, വീട്ടിൽ പോവുക, അത്രയും ചെയ്താൽ പോരെ. ഇതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോകേണ്ട എന്ത് കാര്യമുണ്ട്? ഞാനും ഈ രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയല്ലേ, എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. എന്റെ സത്യം അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നല്ലാതെ എന്നെ കുറിച്ച് വല്ല നാട്ടുകേസും പിന്നെ തങ്ങിയിട്ടുണ്ടോ? എടോ ഒരെണ്ണം പോരെ, നാറാൻ 1 മതി, ഒരേ ഒരെണ്ണം മതി. നിങ്ങളിപ്പോ എരുതിയിൽ എണ്ണ ഒഴിക്കുക, ഇവിടെ മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ മീറ്റ് വന്നതിന് ശേഷം എനിക്ക് അഭിനയത്തിലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ അല്ലെങ്കിൽ നീ അങ്ങ് മല മുറിക്കും. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഒന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയും. ഈ മൊബൈൽ ഫോൺ ഒന്ന് കണ്ടുപിടിക്കണില്ലായിരുന്നു, നാശം. ഹലോ, ആ ആണോ? അത് ശരി. ആരാ? ആ വരൂ. ആ അത് ശരി. കഷ്ടം കഷ്ടം. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ആരെ പേരാ? നമ്മുടെ സുമേഷ് ഏട്ടല്ലേ? റിപ്പോർട്ടറോ? ആ, പുള്ളി വിഷം കഴിച്ചു. എന്നിട്ട് മരിച്ചോ? മരിച്ചൊന്നുമില്ല, ഈ മരിക്കാൻ വേണ്ടിട്ട് മറ്റേ പാറ്റ ഗുളികയില്ലേ, പാറ്റ ഗുളിക എടുത്തിട്ട് അത്ര പുള്ളി വിഴുങ്ങിയത്. ഇപ്പൊ വയറിളക്കം പിടിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്. മൂപ്പരുടെ ഭാര്യയും കുട്ടികളും മൂപ്പര് ഉപേക്ഷിച്ചിട്ട് പോയി എന്നാ പറയുന്നപ്പോ. അവരൊക്കെ എവിടെ പോയിന്ന് ആർക്കറിയാം? എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്, ഇപ്പോഴാണ് ഓരോന്നോരോന്ന് വന്നോണ്ടിരിക്കുന്നത്. അല്ല, ശീതളിന്റെ ഭാര്യയും കുട്ടികളും ഇപ്പൊ എവിടെ ഉണ്ട്? അവരിപ്പോ വീട്ടിലുണ്ട്. ഓക്കെ, എന്റെ വീട്ടിലുണ്ട്. ആ, എനിക്കൊരു സമാധാനം കിട്ടില്ല എന്റെ സത്യം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ. ശീതളൊരു കാര്യം ചെയ്യാം, നേരിട്ട് മണ്ടുവിനെ ചെന്ന് കാണാം. അവൾ എവിടെയുള്ളത് വെച്ചാൽ നേരിട്ട് പോയി കണ്ടിട്ട് സാഷ്ടാംഗം കാലിൽ അങ്ങോട്ട് വിടുക. എന്നിട്ട് പറയാ, മണ്ടു, അറിവില്ലാത്ത ഒരു കാലത്ത് പറ്റിപ്പോയിട്ടുള്ള ഒരു അബദ്ധമാണ്, ദയവ് ചെയ്തത് പുറത്ത് പറയരുത്, ഭാര്യയും കുട്ടികളുള്ളതാണ്, നാറ്റിക്കരുത്, ഞാൻ മാപ്പ് പറയുന്നു, മാപ്പ് 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 അങ്ങോട്ട് പറയും. അവള് പറയില്ല. ഇപ്പൊ നമ്മളിത് ഓർമ്മയില്ലാത്ത സമയത്ത് പോയി ഓർമ്മപ്പെടുത്തണ പോലെ ആവോ? ആ, അങ്ങനെ ആവാനും സാധ്യത, അങ്ങനെ ആവാനും സാധ്യത. ഞാൻ ആലോചിക്കണപ്പോ അതല്ല, ശീതളന് ഒരു കാല് പിടിച്ചാ മതി, ഈ പോകണത് അല്ല സോറി, സൂപ്പർ സ്റ്റാറിന് ആരുടെയൊക്കെ കാല് എവിടെയൊക്കെ പോയി പിടിക്കാന്ന് ഒരു പിടി ഉണ്ടാവില്ല. ഇനി ഒന്നും നോക്കണ്ട ശീതള, നേരെ പോയിട്ട് കാല് പിടിക്കുക, അതാ നല്ലത്. ആ, അവിടെ ഇരിപ്പുണ്ട്. ചെല്ലു പറയുന്നു. എന്താണ്ടൊരു ചമ്മല് തോന്നണേ. എന്തിനാ ചമ്മണത്? അങ്ങാട് കണ്ണും പൂട്ടി പറഞ്ഞേക്കണം, ചെയ്തു പോയില്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രം അറിയുള്ളൂ, മണ്ടു. ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ജീവിതം കോഞ്ഞാട്ടാകണതിന് മുമ്പ് ചെന്നങ്ങോട്ട് പറഞ്ഞു. അതെ, ഇതിൽ വലിയ ആലോചിക്കാനൊന്നുമില്ല. അന്ന് കാല് വെച്ച് തോണ്ടിയില്ലേ, അവിടെ നമ്മുടെ കൈ വെച്ചിട്ട് സോറി എന്ന് അങ്ങോട്ട് പറഞ്ഞു. മണ്ടു, എനിക്ക് മാപ്പ് തരണം. അന്നത്തെ ആ ഒരു പ്രായത്തിന്റെ ഒരു സോറി, ഞാൻ ഷൂട്ടായിരുന്നല്ലേ, മാഡത്തിന്റെ കുറച്ച് ഷോർട്സ് എടുക്കായിരുന്നു. സോറി, ഞാൻ മനസ്സിലായില്ല, സോറി. അല്ല അല്ല, ഞാൻ പിന്നെ ഒരിക്കലും അല്ല, വേണ്ട, സോറി 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 ഒന്നുമില്ല, സോറി ഒന്നും പറയണ്ട സാർ. അല്ല വേണ്ട, ഞാൻ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് സാറിനെ മാഡത്തിനെ കൂടെ വെച്ച് ചെറിയൊരു ഇന്റർവ്യൂ, ഒരു 10 മിനിറ്റ് പറ്റിയൊരു മാനസികാവസ്ഥ അല്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ രണ്ടാളെയും കൂടെ ഒരുമിച്ചൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്.
പിന്നെ മാത്രമല്ല പറഞ്ഞു വരുമ്പോ മണ്ടോദരി മാഡത്തിന്റെ ഗുരുസ്ഥാനീയനാണ് സാറ് ഇല്ലേ? കാരണം മണ്ടോദരി മാഡത്തിന്റെ ആദ്യ കാൽവെപ്പ് സാറിലൂടെ ആയിരുന്നു അല്ലേ മാഡം? അതെ അതെ അല്ല 100%. അന്നത്തെ ഒരു നമ്മുടെ പ്രായത്തിന്റെ അല്ല സത്യമാണ്. സാർ ഓഡീഷൻ ചെയ്തിട്ടല്ലേ ഞാൻ സിനിമയിലേക്ക് വരുന്നേ. ഓഡീഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട സംഭവം